നമ്മുടെ വീട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന ഇത്തരം കാർസിനോജനിക്കായ സാധനങ്ങൾ, അതായത് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇത്തരം സാധനങ്ങളെക്കുറിച്ച് മറന്നിട്ടാണ് നമ്മൾ നമ്മുടെ വീടിന് ചുറ്റുമുള്ള പല ക്യാൻസർ കോസിങ് ആയിട്ടുള്ള സാധനങ്ങളെ അന്വേഷിച്ച് നടക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്നാന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും മൊബൈൽ ഫോണിൻ്റെ റേഡിയേഷനെ കുറിച്ച് ആലോചിക്കും, അല്ലെങ്കിൽ സെൽ ടവറിൻ്റെ റേഡിയേഷനെ കുറിച്ച് ആലോചിക്കും. എന്നാൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഈ 5 സാധനങ്ങളുടെ ക്യാൻസർ കോസിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യലിനെ കുറിച്ച് ആരും ആലോചിക്കാറില്ല. സോ എന്തൊക്കെയാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ ക്യാൻസർ ഉണ്ടാക്കാൻ പ്രധാന കാരണമായേക്കാവുന്ന കാര്യങ്ങൾ? ഒന്നാമത്തെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽസ് ആണ്. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ, നിർഭാഗ്യവശാൽ നമ്മുടെ കുട്ടികളാണ് ഇതിന് ഏറ്റവും കൂടുതൽ ബലിയാടാവുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പം ഒരു സ്കൂൾ തുറക്കുകയാണ്, ഇപ്പം ജൂണിൽ സ്കൂൾ തുറന്നേ ഉള്ളൂ. സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും കുട്ടികൾക്കെല്ലാം പുതിയ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു കൊടുക്കും. അതിപ്പോൾ ഏതാണ്, വാട്ടർ ബോട്ടിൽ മാത്രമല്ല, വാട്ടർ ബോട്ടിൽ അതേപോലെ ടിഫിൻ ബോക്സ് ഇതുപോലത്തെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ ഇതിൽ കൂടുതലും, അതായത് ഐ റിപ്പീറ്റ്, നമ്മുടെ നാട്ടിൽ മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളെ കൂടുതലും പിന്നെ നമ്മൾ കൂടുതൽ ആൾക്കാരും വാങ്ങിക്കുന്നത്, ഒബ്വിയസ്ലി പൈസ കുറവായതുകൊണ്ട് വാങ്ങിക്കുന്നത് പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽസ് ആണ്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയിട്ടുള്ള എന്താ പറയുക ഫുഡ് കണ്ടെയ്നേഴ്സ് ആണ്. അപ്പം ഈ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലിൻ്റെയും പ്ലാസ്റ്റിക് ഫുഡ് കണ്ടെയ്നേഴ്സിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, അതിനകത്തുനിന്ന് BPA എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ്, നമ്മൾ അതിൽ എന്തൊഴിച്ചു വെച്ചാലും എന്ത് കൊണ്ടുപോയാലും അതിനകത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ഈ BPA എന്ന് പറയുന്നതിലെ സോ കോൾഡ് മൈക്രോ പ്ലാസ്റ്റിക്സ് കാരണം നമുക്ക് ഒരുപാട് അസുഖങ്ങളുണ്ടാവും. ഇതിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വാട്ടർ ബോട്ടിലിനകത്തും ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്തും എല്ലാം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് ചൂടുള്ള വസ്തുക്കളാണ്. അപ്പോൾ ഈ ചൂടുള്ള വസ്തുക്കൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ഈ BPA എന്ന് പറയുന്ന കണ്ടൻറ്റ് അതിനുള്ളിൽ എന്താണോ അതിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത 100 മുതൽ 1000 ഇരട്ടി വരെ കൂടും. അപ്പോൾ എന്ത് പറ്റും? നമ്പർ ഓഫ് മൈക്രോ പ്ലാസ്റ്റിക്സും നമ്പർ ഓഫ് BPA മോളിക്യൂൾസും ഭയങ്കരമായിട്ട് കൂടും. ഇത് നമ്മുടെ കുട്ടികളുടെ അകത്ത് ചെല്ലുമ്പോഴത്തേക്ക്, ഞാൻ പ്രത്യേകം കുട്ടികളെന്ന് പറയാൻ കാരണം അവരാണ് ഇതിന് കൂടുതൽ ഇരയാവുന്നത്. സോ ഇത് നമ്മുടെ കുട്ടികളുടെ വയറ്റിനകത്ത് ചെല്ലുമ്പോഴത്തേക്കും കുട്ടികൾക്ക് പലതരത്തിലുള്ള സെല്ലുലാർ മ്യൂട്ടേഷൻസും അതുവഴി ക്യാൻസറിൻ്റെ എല്ലാ തരം ഉദര രോഗങ്ങളുടെയും എല്ലാ തരം ക്യാൻസറുകളുടെയും റിസ്ക് വളരെ കൂടാനുള്ള സാധ്യതയുണ്ട്. സോ ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ നിന്നും പ്ലാസ്റ്റിക് വസ്തുക്കളിൽ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്, എസ്പെഷ്യലി എന്താ പറയുക, നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പാക്കറ്റുകൾ, അതുപോലെ കുട്ടികൾക്ക് വെള്ളവും സ്നാക്സും കൊടുത്തു വിടുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, അതുപോലത്തെ സാധനങ്ങൾ ഫുള്ളായിട്ട് ഒഴിവാക്കിക്കോളുക. അത് ഒഴിവാക്കിയില്ലെങ്കിൽ ഭാവിയിൽ നമ്മളിപ്പോൾ, ശരിയാണ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് സ്റ്റീൽ കണ്ടെയ്നേഴ്സിനേക്കാളും വിലക്കുറവൊക്കെയാണ്, പക്ഷേ നമ്മൾ അപ്പോൾ ലാഭിക്കുന്ന പൈസ ഭാവിയിൽ നമുക്ക് ആശുപത്രികളിൽ കൊടുക്കേണ്ടി വരും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തേതെന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന ഈ എന്താ പറയുക സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടുള്ള ഈ സ്ക്രബാണ്. നമ്മുടെ നാട്ടിൽ ഭയങ്കര കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ സ്ക്രബിൻ്റെ കുഴപ്പം എന്നാന്ന് വെച്ചാൽ, അത് ക്യാൻസർ കോസിങ് ആണെന്ന് മാത്രമല്ല, ഒന്ന് ഈ സ്ക്രബ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ സ്ക്രബിൻ്റെ ചെറിയ പീസസ് പൊടിഞ്ഞിട്ട് ഇപ്പോൾ ഈ ചോറിനകത്തും അതുപോലത്തെ ഭക്ഷണ പദാർത്ഥങ്ങളിനകത്തും എല്ലാം പൊടിഞ്ഞ് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമ്മൾ ആസ്പിറേറ്റ് ചെയ്യുമ്പോൾ, അതെന്ന് പറയുന്ന ഒരു മെറ്റാലിക് സാധനമാണ്. അത് നമ്മുടെ വയറ്റിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ പലതരത്തിലുള്ള അലർജിക് റിയാക്ഷൻസും അതുപോലെ തന്നെ ക്രോണിക് ഇൻഫ്ലമേഷൻസും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തത്, ഈ സ്ക്രബ് അതുപോലത്തെ സാധനങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് വാഷ് ചെയ്ത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഇറ്റ്സെൽഫ് ഒരു കൾച്ചർ മീഡിയ ആയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് ഈ കൾച്ചർ മീഡിയത്തിനകത്ത് ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവുകയും ആ ബാക്ടീരിയ കാരണം നമുക്ക് അസുഖം മാറാത്ത ഒരു സമയം തന്നെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. സോ ദയവ് ചെയ്ത് നിങ്ങൾ സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടുള്ള സ്ക്രബുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. എന്നിട്ട് അല്ലാത്ത സ്പോഞ്ച് പോലത്തെ സ്ക്രബുകൾ ഉപയോഗിക്കാം, പക്ഷെ ഉപയോഗിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് ഈ എന്താ പറയുന്നത് അതിനകത്ത് ബാക്ടീരിയ ഗ്രോത്ത് ഒന്നും ഇല്ലയെന്ന് മനസ്സിലാക്കി നല്ല സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിന് തന്നെ ആപത്താണ്. അതിന് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ഈ മേക്കപ്പ് സാധനങ്ങളും പിന്നെ ഈ എന്താ പറയുന്നത് ഈ നഖത്തിൽ ഉപയോഗിക്കുന്ന നെയിൽ പോളിഷും ഒക്കെയാണ്. ഇതിലെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ, ഈ നമ്മൾ കളറുള്ള എല്ലാ സാധനവും നമ്മുടെ ശരീരത്തിന് അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ഫിക്സർ എന്ന് പറയുന്നൊരു സാധനം ആഡ് ചെയ്യും. ഈ ഫിക്സർ എന്ന് പറയുന്ന സാധനം മിക്കപ്പോഴും താലേറ്റ് എന്ന് പറയുന്ന ഒരു മോളിക്യൂളായിരിക്കും. അപ്പോൾ ഈ താലേറ്റ്, എസ്പെഷ്യലി ഈ നമ്മൾ നെയിൽ പോളിഷിനകത്ത് ഉപയോഗിക്കുന്ന ഈ കളേഴ്സിന് ഉപയോഗിക്കുന്ന താലേറ്റ് എന്ന് പറയുന്ന ഫിക്സർ കാരണം ഒരുപാട് പേർക്ക് ഹൈപ്പർ ടെൻഷനും അതുപോലത്തെ ക്രോണിക് ഇൽനെസ്സസും ഈവൻ റെയറായിട്ട് ക്യാൻസർ കേസസ് വരെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ദയവ് ചെയ്ത് നിങ്ങൾ കുട്ടികൾക്ക് മാത്രമല്ല, പ്രായമുള്ളവരാണെങ്കിലും ഇത്തരം കളേഴ്സും മേക്കപ്പ് സാധനങ്ങളും ഒഴിവാക്കുക, പരമാവധി ഒഴിവാക്കുക. വല്ലപ്പോഴും വൺസ് ഇൻ എ വൈൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഓൺ എ റെഗുലർ ബേസിസ് ഉപയോഗിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. അടുത്തതെന്ന് പറയുന്നത്, നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ്, അതാണ് അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്. ഞാൻ ഈ ചാനലിൽ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ടോ, വീഡിയോയിൽ 60-70% വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടിരിക്കണം, നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യേണ്ട ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡാണ്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ ടൂറിന് പോകുന്ന പോലെയാണ് കുട്ടികളെ കൊണ്ടും, അല്ലെങ്കിൽ ഇപ്പം യങ്സ്റ്റേഴ്സ് ആണെങ്കിലും അവർ ഈ എന്താ പറയുന്നത് വീഗാലാൻഡിലൊക്കെ പോകുന്നത് പോലെയാണ് അവർ ഈ പറഞ്ഞ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. അതിപ്പോൾ ബർഗർ ആണെങ്കിലും പിസ്സ ആണെങ്കിലും ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുന്നത് സോക്കോൾഡ് ചിക്കൻ നഗറ്റ്സോ ബ്രോസ്റ്റഡ് ചിക്കനോ അതൊക്കെ കഴിക്കുമ്പോഴുള്ള കുഴപ്പം, അത് വൺസ് ഇൻ എ വൈൽ കഴിക്കുന്നതുകൊണ്ട്
കുഴപ്പമില്ല. ഇപ്പം 2 മാസം കൂടുമ്പോൾ ഒരിക്കലോ 3 മാസം കൂടുമ്പോഴോ ഒരിക്കലും കഴിക്കുന്നതുകൊണ്ടൊരു കുഴപ്പമില്ല. കണ്ടിന്യൂസ് ആയിട്ട് അൾട്രാ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയൽ കാർസിനോമാസിൻ്റെ ചാൻസസ് കൂട്ടാനായിട്ട് വളരെ വളരെ സാധ്യത കൂടുതലാണ്. ഇൻഡസ്ട്രിയൽ കാർസിനോമ വരെയൊന്നും പോകണ്ട. ഈ അൾട്രാ പ്രോസസ്ഡ് ആയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിൽ ട്രൈഗ്ലിസറൈഡ് LDL കൂടാനും ഫാറ്റ് ലിവർ കൂടാനും വയറ്റിനകത്ത് നല്ല ബാക്ടീരിയയുടെ അളവ് കർമാതീതമായിട്ട് കുറഞ്ഞു പോകാനും മോറോവർ നമുക്ക് ഫുഡ് അഡിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ദയവ് ചെയ്ത് നിങ്ങൾ കഴിച്ചാൽ പോലും നിങ്ങളുടെ കുട്ടികൾക്ക് ഈ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. കാരണം അതിനേക്കാളും വലിയൊരു പാതകം അവരോട് നിങ്ങൾക്ക് ചെയ്യാനായിട്ടില്ല. അടുത്തതെന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുന്നത് ഭയങ്കരമായ ചർച്ച നടക്കുന്ന ഒരു വിഷയമാണ്. അത് എയർ ഫ്രയറും പിന്നെ നമ്മുടെ വീട്ടിലെ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഫ്രൈ പാനുമാണ്. ഈ എയർ ഫ്രയറും നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഫ്രൈ പാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാർസിനോജനിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടോ? ഇപ്പോൾ എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ വായിച്ച ഒരു സ്റ്റഡീസിൽ എയർ ഫ്രയർ ഒരു ക്യാൻസർ ഉണ്ടാക്കും എന്ന് ഞാൻ എവിടെയും കണ്ടില്ല. പ്രൊവൈഡഡ് എയർ ഫ്രയർ നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക, കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുക, അതിനകത്ത് വെക്കേണ്ട പാത്രങ്ങൾ മാത്രം വെച്ച് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എയർ ഫ്രയറോ അല്ലെങ്കിൽ മൈക്രോവേവ് ഓവനോ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ക്യാൻസർ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് ഒരു സ്റ്റഡീസ് ഇതുവരെ ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നോൺ സ്റ്റിക്ക് ഫ്രൈ പാനാണ്. ഈ നോൺ സ്റ്റിക്ക് ഫ്രൈ പാനിൻ്റെ അകത്ത് വലിയൊരു ഒരു ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നോർമലി ഇപ്പം പുതിയ നോൺ സ്റ്റിക്ക് ഫ്രൈ പാനിനകത്ത് യൂസ് ചെയ്യുന്ന നോൺ സ്റ്റിക്ക് കോട്ടിംഗ് എന്ന് പറയുന്നത് ഇനേർട്ടായിട്ടുള്ളൊരു സാധനമാണ്. അതായത് അത് തീയോടോ അല്ലെങ്കിൽ എണ്ണയോടോ അല്ലെങ്കിൽ വേറെ ഒരു സാധനത്തോടും റിയാക്ട് ചെയ്യാത്ത ഇനക്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. സോ ഇപ്പോൾ നമ്മുടെ വയറ്റിനകത്ത് കുറച്ച് പോയെന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല, അത് അതേപോലെ തന്നെ വെളിയിലും പൊക്കോളും. പക്ഷേ പഴയ നോൺ സ്റ്റിക്ക് ഫ്രൈ പാൻസിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കടകളിൽ കിട്ടുന്ന ചില ചീപ്പായിട്ടുള്ള നോൺ സ്റ്റിക്ക് ഫ്രൈ പാനിൽ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്ക് സർഫസ് എന്ന് പറയുന്നത് പഴയ TUFA എന്ന് പറയുന്ന ഒരു നോൺ സ്റ്റിക്ക് സർഫസ് ആണ്. അത് കാർസിനോജനിക് ആണ്. അതുകൊണ്ട് നിങ്ങൾ നോൺ സ്റ്റിക്ക് ഫ്രൈ പാൻ യൂസ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മേക്ക് ഷുവർ ഒന്ന് അതിൻ്റെ പുറത്ത് ഈ നോൺ സ്റ്റിക്ക് കോട്ടിംഗ് എന്ന് പറയുന്നത് ഇനേർട്ടാണോ, പുതിയ FSSAI അപ്രൂവലുള്ള FDA അപ്രൂവലുള്ള കോട്ടിംഗ് തന്നെയാണോ അവർ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. രണ്ടാമത്തേതെന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഒരു 3, 4, 5 വർഷം പഴക്കമുള്ള ഒരു നോൺ സ്റ്റിക്ക് ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് പുതിയൊരു ഫ്രൈ പാൻ യൂസ് ചെയ്യുക. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. പക്ഷേ അതിന് കുക്കിംഗ് കുറച്ചുകൂടെ പാടാണ്. എന്നാലും അത്തരം സാധനങ്ങൾ ഉപയോഗിക്കുക. സോ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കാർസിനോജനിക് ആയാലും നമുക്ക് ക്യാൻസർ ഉണ്ടാക്കാൻ കാരണക്കാരായ ഒരുപാട് കാര്യങ്ങളുള്ളപ്പോൾ നമ്മൾ പുറത്തത് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട് ആദ്യം റെഡിയാക്കുക. നമ്മുടെ വീട്ടിനകത്തുള്ള വസ്തുക്കളും ക്യാൻസർ ഫ്രീ ആക്കുക. നമ്മുടെ കുട്ടികളെ ക്യാൻസർ ഫ്രീ ആക്കുക. അതിനുശേഷം വീടിന് വെളിയിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ കുറിച്ചും ഹെൽത്ത് റിസ്കിനെ കുറിച്ചും നമ്മൾ വ്യാകുലതപ്പെടുക. സോ അതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ നോക്കുക. പരമാവധി ആശുപത്രിയിലും ഡോക്ടറെ കാണുന്നത് ഒഴിവാക്കുക. ലൈഫിൽ സേഫായിട്ടിരിക്കുക. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക. എൻ്റെ അറിവിനകത്ത് നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ എനിക്ക് അന്വേഷിച്ചാൽ കിട്ടുന്ന ഡൗട്ട്സിനുള്ള ആൻസേഴ്സ് ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആൻസർ ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.